അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. കമൻറ്റിൽ റമദാനിലെ ഒരു ഡേ കാണിക്കുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ഇശാ തൊട്ട് നാളത്തെ മഗ്‌രിബ് വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ 10 മണിക്കാണ് ഇശാ നിസ്കരിക്കുന്നത്. എന്നിട്ട് ഞാൻ രാത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോ സമയം വെച്ചിട്ട് അപ്പോൾ തന്നെ എഴുതിയിടാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടും, കുറച്ചുകൂടെ സമയം കൂടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ സുബഹി നിസ്കരിക്കും. സുബഹിയും സുന്നത്തൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതും. ഞാൻ 20ാമത്തെ നോമ്പിൽ ഒരു ഹത്തം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. പിന്നെ 20ാമത്തെ നോമ്പിൻ്റെ രാത്രി തന്നെ ഞാൻ പുതിയൊരു ഹത്തവും കൂടെ തുടങ്ങിയായിരുന്നു. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 6 പേപ്പർ വെച്ച് ഖുർആൻ ഓതിയാൽ റമദാൻ മാസത്തിന് മുമ്പ് തീർക്കാൻ പറ്റും. പിന്നെ രാത്രിയും കൂടെ ഇരുന്ന് ഖുർആൻ ഓതുന്നതുകൊണ്ട് 6 പേപ്പർ തന്നെ ഓതണമെന്നും ഇല്ല. ഇതുവരെയുള്ള നോമ്പിൽ ഇന്നത്തെ നോമ്പിൽ രാത്രിയിലാണ് കുറച്ച് മഴ പെയ്തത്. വഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ വീടൊക്കെ തൂക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ തൂത്തിട്ട് എൻ്റെ പല്ലിൽ കുറച്ച് വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത്ത വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്. ഇത്ത തന്നെയാണ് എനിക്ക് പല്ലൊക്കെ ശരിയാക്കി തന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കാറിലാണ് പോയത് ഇത്തയുടെ കൂടെ. പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോൾ നടന്നു വന്ന്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല്. ഞാനിപ്പോൾ കുറച്ച് നാളായി, 1 വർഷമെങ്കിലും ആയിക്കാണ് ഒറ്റയ്ക്കൊക്കെ നടന്നിട്ട്. വീട്ടിലൊക്കെ എത്തി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫേസ് പാക്കൊക്കെ ഇടാനെടുത്ത്. ഞാൻ എൻ്റെ ഫേസിൽ പുറത്തുനിന്ന് വാങ്ങുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ അല്ലാതെ സ്കിൻ കെയറൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് അല്ലാത്ത സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലത്തെ ഫേസ് പാക്കൊക്കെ ഇടുമ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ളുഹറൊക്കെ നിസ്കരിക്കും. എന്നിട്ട് പിന്നെ ഖുർആനൊക്കെ ഓതും. ഞാനിനി നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഞാൻ ഖുർആനൊക്കെ ഓതുമ്പോൾ എപ്പോഴും അടുത്ത് വന്ന് നിൽക്കും. കുഞ്ഞിലേ തന്നെ ഇവള് ഖുർആൻ ഓതുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എത്തി ഇങ്ങനെ നോക്കുമായിരുന്നു നമ്മളെ. ളുഹറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ ഉറങ്ങും. പിന്നെ അസറിൻ്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ അസറൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതും. ഇനി കുറച്ച് കമൻറ്റുകളുടെ റിപ്ലൈ പറയാം. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ദുആ പറഞ്ഞായിരുന്നല്ലോ. ഈ ദുആ ഞാൻ ജാമിഅ തിർമിദിയിലെ 3513 ഹദീസിൽ നിന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റിൽ വന്നത് കരീമുൻ ഇല്ലല്ലോ എന്നാണ്. നമ്മളൊരു കാര്യം തെറ്റാണെന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസ് എടുത്ത് നോക്കണം. ജാമിഅ തിർമിദിയിലെ 3513 ഹദീസ് എടുത്ത് നോക്കിയിട്ട് ആ ദുആയിൽ കരീമുൻ ഉണ്ടോ എന്ന് നോക്കണം. ഇതാണ് ഞാൻ കാണിച്ച ഹദീസ്. ഇതിൻ്റെ ഗ്രേഡിംഗ് നോക്ക്, സ്വഹീഹായ ഹദീസാണ്. ഇതിലെ ദുആ വായിച്ച് നോക്കിയാൽ അതിൽ കരീമുൻ എന്നുണ്ട്. പൊതുവേ ഇപ്പോൾ എല്ലായിടത്തും റീൽസിലായാലും എല്ലായിടത്തും കരീമുൻ ഇല്ലാതെയാണ് ദുആ പറയുന്നത്. അത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ അത് തെറ്റായിരിക്കുമെന്ന്. അതും തെറ്റല്ല. ഇതും സുനാൻ ഇബ്നു മാജയിലെ 3850 ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരീമുൻ എന്നുകൂടി പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറച്ചുകൂടി സ്തുതിക്കുകയാണ്. ഈ ദുആ കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദുആ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഭൂമിയിലെ ഏതൊരു മനുഷ്യൻ ദുആ ചെയ്താലും ആ ദുആയിൽ പാപത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതായ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അള്ളാഹു ആ ദുആയ്ക്ക് 3 തരത്തിലാണ് പ്രതികരണം നൽകുന്നതെന്ന്. ഒന്നുകിൽ നമ്മൾ ദുആ ചെയ്തത് അള്ളാഹു നടത്തി തരും, അല്ലെങ്കിൽ അതിന് പകരം നമ്മുടെ ഒരു പാപം അള്ളാഹു മാറ്റും, അല്ലെങ്കിൽ അത് ആഖിറത്തിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് ആര് ഹലാലായിട്ട് ദുആ ചെയ്യുന്നോ അവരുടെ എല്ലാവരുടെയും ദുആ അള്ളാഹു സ്വീകരിക്കും. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകമായിട്ട് ദുആ സ്വീകരിക്കുന്നതിന് ഒരു അടയാളങ്ങളും പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാവരും ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ഒരു ഉപദേശം ഓർത്തിരിക്കേണ്ടതുണ്ട്. ജാമിഅ തിർമിദിയിലെ 2676 ഹദീസിലാണ് ഇതുള്ളത്. ഇത് നിങ്ങളും കൂടെ എടുത്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മരണശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോഴേക്ക് നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും നേരായി നയിക്കപ്പെട്ട ഖലീഫമാരുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക. ഇസ്ലാമിൽ പുതിയതായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ പുതിയ കാര്യങ്ങളും വഴിതെറ്റലാണ് എന്ന്.
ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളതായി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ അല്ലാതെയൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും സെർച്ച് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും പറയത്തില്ല. ഞാനെല്ലാം സ്വഹീഹായ ഹദീസുകളുടെ തെളിവ് വെച്ചിട്ടേ പറയത്തുള്ളൂ. ഞാൻ വിചാരിച്ചത് ഇനി ഇസ്ലാമിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇടണ്ട എന്നാണ്. പക്ഷേ ഞാൻ ഓർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം കിട്ടുന്നത് 3 കാര്യത്തിൽ കൂടെ എന്നാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സദക്ക, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ സദക്ക തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രതിഫലം കിട്ടും. രണ്ടാമതായിട്ടുള്ള കാര്യം, നല്ല റിലീജിയസ് ആയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ ദുആ വെച്ചിട്ട് നമുക്ക് പ്രതിഫലം കിട്ടും. ഈ 2 കാര്യവും എനിക്കിപ്പോൾ പറ്റത്തില്ല. ഇനി അതുവരെ നമ്മൾ കാത്തിരുന്നാലും അതുവരെ അള്ളാഹു നമുക്ക് ആയുസിട്ടിട്ടുണ്ടാകുന്നോ അറിയത്തില്ല. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവുകൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ അറിവുകൾ മറ്റുള്ളവരിൽ എത്തുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ നല്ല പ്രവൃത്തികളുടെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമ്പാദിച്ച് വെക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയും ഇസ്ലാമിക് വീഡിയോ ഇടാമെന്ന്. പിന്നെ ഈ കമൻറ്റും കൂടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് മുമ്പും ഇതുപോലത്തെ കമൻറ്റ് വന്നിട്ടുണ്ട്. എന്നാലും നിർത്താമെന്ന് വിചാരിച്ച സമയത്ത് തന്നെ ഇതുപോലത്തെ കമൻറ്റ് വന്നപ്പോൾ അള്ളാഹുവായിട്ട് നിർത്തണ്ട എന്ന് കാണിച്ചു തന്ന അടയാളമായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്കൊരു കമൻറ്റിൻ്റെ റിപ്ലൈ പറയാം. സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കുന്നതിനെക്കാട്ടി ഉത്തമം വീട്ടിൽ നിസ്കരിക്കുന്നതാണ് എന്ന് പറയുന്ന സന്ദർഭം പറയോ എന്നാണ്. സുനാൻ നബി ദാവൂദിലെ ഹദീസ് 570 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സ്ത്രീ പുറത്ത് നിസ്കരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ഉത്തമമാണ് വീട്ടിനകത്ത് നിസ്കരിക്കുന്നതെന്ന്. പിന്നെ അവളുടെ വീട്ടിലെ ഏറ്റവും പ്രൈവറ്റായിട്ടുള്ള സ്ഥലത്ത് നിസ്കരിക്കുന്നതാണ് തുറന്നു കിടക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലതെന്നും പറയുന്നുണ്ട് ഈ ഹദീസിൽ. സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിക്കുന്നതാണെങ്കിലും പള്ളിയിൽ നിസ്കരിക്കുന്നതിന് ഒരിക്കലും വിലക്കിയിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിലെ 442 ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരുടെയെങ്കിലും ഭാര്യ പള്ളിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ചാൽ ഒരിക്കലും അവരെ തടയരുത് എന്ന്. സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 900 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദാസിമാർ പള്ളിയിൽ പോകുന്നതിനെ നിങ്ങൾ തടയരുത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടമല്ലായിരുന്നിട്ടും ഒരിക്കലും അതിനെ തടഞ്ഞിട്ടില്ല എന്നും ഈ ഹദീസിലൂടെ പറയുന്നുണ്ട്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കുന്നതിന് ഇസ്ലാം വിലക്കിയിട്ടുമില്ല. ഇപ്പോഴും സ്ത്രീകൾ പണ്ടത്തെ പോലെ എപ്പോഴും വീട്ടിലിരിക്കുന്നവരല്ല, ജോലിക്ക് പോണവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിനെക്കാട്ടി നല്ലതാണ് പള്ളിയിലേക്ക് നിസ്കരിക്കുന്നത്. ഈ സ്ത്രീകൾ ജോലിക്ക് പോണതും പഠിക്കുന്നതൊക്കെ കുറ്റമായിട്ട് കാണുന്നവരും കാണുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഇസ്ലാമിൽ സ്ത്രീകൾ ജോലിക്ക് പോകരുതെന്നോ പഠിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ പുരുഷന്മാർ പണ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലെ മുസ്ലിങ്ങളിലെ പുരുഷന്മാരെ പോലെയുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല സ്ത്രീകളെ പുരുഷന്മാർ നല്ലപോലെ നോക്കുമെന്നോ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുമെന്നൊന്നും. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അതൊക്കെ പുരുഷന്മാരുടെ കടമയാണെങ്കിൽ പോലും അവരത് നിർവഹിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടിരിക്കുന്നതാണ് നല്ലത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പുറത്തൊക്കെ ജോലി ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിനെക്കാട്ടി നല്ലതാണ് പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നത്. ഇനിയും കുറച്ച് കമൻസിന് റിപ്ലൈ ഒക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇറക്കി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയായിരുന്നു. ഇനി എൻ്റെ കല്യാണത്തിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 25 ദിവസമൊക്കെ ഇനിയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയായിരുന്നു. എനിക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് എടുത്തായിരുന്നു. കല്യാണത്തിൻ്റെ അന്നത്തെ ഡ്രസ്സ് അവരുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കല്യാണത്തിൻ്റെ പിറ്റേന്നും തലേന്നൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എനിക്കുള്ളത് നമ്മളെ വീട്ടിൽ പോയപ്പോഴേ എടുത്തായിരുന്നു, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ നമ്മളെ വീട്ടിൽ പോവും. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് ആ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ മാമിയുടെ മോളെ കല്യാണമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോമ്പ് മുറിക്കാനുള്ള സമയത്തൊക്കെ നമ്മൾ കടയിലായിരുന്നു. നമ്മൾ ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കടയിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ തന്നായിരുന്നു നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ട് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.